ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ ഫസ്റ്റിലെ പേജ് നമ്പർ 13, 14, 15 പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. 20th വൺ, ഡാഷ് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ് ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്. ആൻസർ ഗുജറാത്ത്. 21, ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് Ain-e-Akbari and Akbarnama. Answer Abul Fasl. 22. Who recorded the economic progress India had achieved during the Mughal rule? Answer Ralph Fitch. 23. Name the French traveler who recorded the social conditions and lifestyle of the people during the Mughal period. Answer Tavernier. 24. Which were the major cities of the Mughal period? Answer Dhaka, Murshidabad, Surat, Lahore and Agra. 25. Explain the social conditions during the Mughal rule. Answer feudal social system existed at the time of Mughal rule. Society was divided into different stratas. The common man was at the bottom of society with the king at the top. Standard of living of the people depended on wages and income. Most of the people were farmers. Caste system existed among them. Each caste had its own customs and rituals. There existed wide differences in the way of life, food habits, and clothing of people from place to place. മുഗൾ റൂളിലെ സാമൂഹിക സ്ഥിതി എങ്ങനെയായിരുന്നു എന്നാണ് ചോദ്യം. ഫ്യൂഡലിസത്തിലെ പോലെ നമുക്കറിയാം സമൂഹത്തിൽ വേർതിരിവ് നിലനിന്നിരുന്നു. കിങ്ങിനാണ് പരമോന്നത അധികാരം. അതിന് താഴെയാണ് ബാക്കിയുള്ള ആളുകൾ വരുന്നത്. കോമൺ മാൻ ആയിരിക്കും എപ്പോഴും ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന മനുഷ്യർ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് വേജസും ഇൻകവും അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തീരുമാനിക്കുക. നമ്മൾ സമൂഹത്തിലെ ഏത് തട്ടിലാണ് നിൽക്കുന്നതെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ വേജസും ഇൻകവും നോക്കിയിട്ടായിരിക്കും. എപ്പോഴും താഴേക്കടിയിൽ കിടക്കുന്ന ആളുകൾ ഫാർമേഴ്സ് ആയിരിക്കും. അതിൽ ഒരുപാട് ആളുകൾ, കൂടുതൽ ആളുകളും ഫാർമേഴ്സ് തന്നെയാണ്. പിന്നെ കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം. അവിടെ കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഓരോ കാസ്റ്റിനും അവരുടേതായ റിച്വൽസ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ വേ ഓഫ് ലൈഫ്, ഫുഡ് ഹാബിറ്റ്സും ക്ലോത്തിങ് എല്ലാം പ്ലേസ് ടു പ്ലേസ് ഡിഫറെൻ്റ് ആയിരുന്നു. 26. എക്സ്പ്ലെയിൻ ദ എക്കണോമിക് പ്രോഗ്രസ് ഇന്ത്യ ഹാഡ് അച്ചീവ്ഡ് ഡ്യൂറിംഗ് ദ മുഗൾ റൂൾ. ആൻസർ Agra and Fatehpur Sikri were larger than the city of London and was always bustling with people. The 12-mile distance between these cities were filled with markets selling food and other items all along the way. Agricultural achievements were the basis for this economic progress. മുഗൾ പീരീഡിൽ ഇന്ത്യ വിസിറ്റ് ചെയ്ത റാൽഫ് ഫിച്ച് എന്ന ഇംഗ്ലീഷുകാരൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്നാണ് നമുക്ക് അന്നത്തെ എക്കണോമിക് പ്രോഗ്രസ്സിനെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത്. അതിൽ പറയുന്നത് ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലാർജർ ദാൻ സിറ്റി ഓഫ് ലണ്ടൻ എന്നാണ് പറയുന്നത്. അതായത് ലണ്ടൻ സിറ്റി നമുക്കറിയാം വളരെ വലിയൊരു സിറ്റിയാണ്. അപ്പോൾ അതിനേക്കാളും വലിയ സിറ്റീസാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് 12 മൈൽ ഡിസ്റ്റൻസ് ഉണ്ടെന്ന്, ഈ സിറ്റീസ് തമ്മിൽ 12 മൈൽ ഡിസ്റ്റൻസും, അതും വെർ ഫിൽഡ് വിത്ത് മാർക്കറ്റ്സ് സെല്ലിങ് ഫുഡ്സ് ആൻഡ് അതർ ഐറ്റംസ്. അത് ഉടനീളം മാർക്കറ്റ്സ് നിറഞ്ഞിട്ടും ഫുഡ്സും മറ്റ് ഐറ്റംസ് എല്ലാം സെല്ലിങ് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത്രയും പ്രോഗ്രസ് ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നാണ് പറയുന്നത്. 27. What were the agricultural achievements during the Mughal period? Answer rice, wheat, barley, sugarcane, cotton and oilseeds were the major agricultural products of the time. Indians cultivated different varieties of rice. The use of technology and new tools enriched the agricultural sector during the Mughal period. The Persian wheel and canals were widely used for irrigation. That's all today's video. ഇനി അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുവെങ്കിൽ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.